UDF അധികാരത്തിൽ വരണം. പിന്നെ 30 വർഷമായിട്ട് ഇപ്പോൾ ഇവിടെ LDF ആണ് ഭരിക്കുന്നത്. അത് നല്ല ഭരണമാണ്. അപ്പൊ അതുകൊണ്ട് LDF തന്നെ വരും. തീർച്ചയായിട്ടും UDF ആയാലും LDF ആയാലും BJP ആയാലും ആരായാലും ജനങ്ങൾക്ക് ഉപകാരം വേണം. അതേമാതിരി ജനങ്ങൾക്ക് യാതൊരു വിധത്തിലും ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല. ആണത് LDF തന്നെ. LDF വരണം. ഇത്തവണ UDF നേടുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഞാനിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണ നഗരസഭാ കാര്യാലയത്തിന് മുന്നിലാണ്. തദ്ദേശ പോരാട്ടത്തിലേക്ക് കടക്കുന്നു. LDFന്റെ ഉരുക്കുകോട്ടയാണ്. UDF ഇത്തവണ പിടിച്ചെടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ പിടിച്ചെടുത്താലും കോട്ട ഇളക്കിയാലും ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ആരാണെന്ന്. അപ്പോൾ നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം, ആര് ഭരണത്തിൽ വരും, ആരെയാണ് അവർ പ്രതീക്ഷിക്കുന്നതെന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. ജനങ്ങളോടാണല്ലോ ഇക്കാര്യങ്ങളെയൊക്കെ അഭിപ്രായം തേടേണ്ടത്. LDF ഭരിക്കുന്ന LDFന്റെ കോട്ടയാണ്, ഉരുക്കുകോട്ടയാണ്. അവിടെ UDF ഒറ്റക്കെട്ട ഇത്തവണ പിടിച്ചെടുക്കുമെന്ന് പറയുന്നത്. താങ്കളുടെ അഭിപ്രായത്തിൽ ആരും ഇവിടെ ഭരണത്തിൽ വരുമെന്ന്? ഇവിടെ ഒരു മാറ്റമാണെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ലീഗും കോൺഗ്രസും അതിന് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും മാറ്റം ആഗ്രഹിക്കുന്നു. അതുപോലെ കേരള ഭരണവും മാറണം. എന്നാലേ ഇവിടെ വികസനവും ഇതും വരുള്ളൂ. മറ്റേ സ്വജന ബസ്സഭാഷവും അതിന് അവർക്ക് വേണ്ടവർക്ക് കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യണം. അതെ, പെരിന്തൽമണ്ണയിലുണ്ട്. അതെ, നമ്മളപ്പോ ഈ മുനിസിപ്പൽ ചെയർമാനെ തീരെ പറ്റില്ല. അവന് ഓരോ ഇപ്പൊ ഗ്രൗണ്ടിന്റെ പ്രശ്നം തന്നെ ഞങ്ങൾ കണ്ടില്ലേ. ഖാദർ അലി ആദ്യം ബുക്ക് ചെയ്തതാണ്, അത് വേറെ പാർട്ടിക്ക് കൊടുത്തു. അതിലൊക്കെ രാഷ്ട്രീയം പോലും കളിച്ചതാണ്. ഇത്തവണ ഒരു മാറ്റം വരണം. UDF അധികാരത്തിൽ വരണം. വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. 100% വരും എന്നാണ് ഉറപ്പ്. ഈ പെരിന്തൽമണ്ണ നഗരസഭയില് ആര് UDF വരുന്നത് ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നാണ്. LDF ഈ കോട്ട പൊളിക്കാൻ അനുവദിക്കില്ലെന്നാ പറയുന്നത്. ഇവിടെ ആര് വരുമെന്നാണ് താങ്കളുടെ ഒരു പ്രതീക്ഷ? എന്റെ പ്രതീക്ഷ ഇവിടെ 100% LDFന്റെ വരുള്ളൂ. UDFന് സാധ്യത അല്ല. പിന്നെ അവർക്ക് പറയാലോ, അത് എപ്പോഴും പറയാം, ഞങ്ങൾ പിടിച്ചെടുക്കുന്നു. അതാണല്ലോ രാഷ്ട്രീയം. അതായത് ഞങ്ങൾ പരാജയപ്പെടുന്നു പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പാർട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കക്ഷി മത്സരിക്കോ? ഇല്ല. അപ്പോ നിങ്ങളുടെ അഭിപ്രായത്തിൽ കഴിഞ്ഞ 30 വർഷമായിട്ട് ഇപ്പോൾ ഇവിടെ LDF ആണ് ഭരിക്കുന്നത്. അത് നല്ല ഭരണമാണ്. അപ്പൊ അതുകൊണ്ട് LDF തന്നെ വരും. തീർച്ചയായിട്ടും. വീണ്ടും തെരഞ്ഞെടുപ്പ് വരെയല്ലേ? അപ്പൊ ഇനി നഗരസഭ ആര് ഭരിക്കണമെന്നാണ് നിങ്ങളുടെ ഒരു ആഗ്രഹം പറഞ്ഞു? നിയമസഭ ഇപ്പൊ ആര് ഭരിച്ചാലും വേണ്ട, ജനങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുള്ളൂ. അപ്പൊ UDF ആയാലും LDF ആയാലും BJP ആയാലും ആരായാലും ജനങ്ങൾക്ക് ഉപകാരം വേണം. അതേമാതിരി ജനങ്ങൾക്ക് യാതൊരു വിധത്തിലും ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള ജനസേവകരായ ആളുകൾ വേണം. അത് ആരായാലും കുഴപ്പമില്ല. നമ്മ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും അങ്ങനെ ഒരു ചായവില്ല ആളല്ല. അപ്പൊ ആര് വന്നാലും ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവണം. അവരെ ബുദ്ധിമുട്ടിക്കരുത്, അത്രേ ഉള്ളൂ. അങ്ങനെ പരസ്യമായിട്ടുള്ള രാഷ്ട്രീയമൊന്നുമില്ല. രാഷ്ട്രീയം നിരീക്ഷിക്കും, വോട്ട് ചെയ്യും. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ആളുകൾ വരണമെന്നാണ് ആഗ്രഹം. എന്നാലും ആരെങ്കിലും നിങ്ങൾക്ക് മനസ്സിൽ ആര് വന്നാൽ ഇത് എന്തൊക്കെ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കും തോന്നുന്നു? ആര് വന്നാലും പരിഹരിക്കൂല. അത് ഇങ്ങനെ വോട്ടക്കാരെ ഒരു 7 കൂലി ആളായിട്ടാണ് കണക്കാക്കണ്ടാരും. ഒരു പിന്നെ ഇല്ലാത്ത ആൾക്കാരെ മാറ്റി. അപ്പൊ തദ്ദേശ പോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. UDF വലിയ പ്രതീക്ഷയിലാണ്. LDF കോട്ട വിട്ടുകൊടുക്കില്ല എന്ന വാശിയിലാണ്. ഇരുകൂട്ടരും മികച്ച സ്ഥാനാർത്ഥികളെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത് ആര് വേണമെന്ന്. ഇത്തവണ നല്ല കടുത്ത പോരാട്ടമാണ്. ആര് ഭരിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇവിടെ ഭരിക്കുന്നത് LDFന്നെ വരുള്ളൂ. കാരണം ഇവിടെ വേറൊരു മുന്നണിയെ കാണില്ല. കാരണം ഈ പെരിന്തൽമണ്ണയെ സംബന്ധിച്ചോളം ഒട്ടേറെ വികസനങ്ങൾ അവരുടെ കാഴ്ചവെച്ചിട്ടുണ്ട്. പുതിയ ബസ് സ്റ്റാൻഡുകളായിട്ടും പിന്നെ നമ്മുടെ മാലിന്യ സംസ്കരണ പദ്ധതിയായിട്ടും പല ഒട്ടനവധി പദ്ധതി ഞാൻ കാണുന്ന പല പെരിന്തൽമണ്ണയിൽ വരുന്ന ആൾക്കാർക്ക് പെരിന്തൽമണ്ണ വികസനമായിരിക്കും. ഇനിയും പെരിന്തൽമണ്ണ വളരെ വികസിക്കാൻ ഒരു തുടർഭരണം ഉണ്ടെങ്കിൽ എന്തും നടക്കുള്ളൂ. പെട്ടെന്നൊരു ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ ഇവരുടെ പദ്ധതി അവർ നിർത്തും, അവരുടെ പദ്ധതി ഉള്ളിൽ നിർത്തും. അപ്പോൾ ഒരു തുടർഭരണം ഉണ്ടെങ്കിൽ എന്ത് സംരംഭവും വിജയിക്കുള്ളൂ. ആണത് LDF തന്നെ. LDF വരണം. എന്റെ പേര് സിദ്ദീഖ്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇടതുപക്ഷം തന്നെ തുടർഭരണത്തിൽ വരണമെന്നാണ്. എങ്കിലാണ് വികസനങ്ങളൊക്കെ തുടർന്ന് മുന്നോട്ട് പോകുള്ളൂ എന്ന് പറയുന്നത്. LDFന്റെ പുസ്തകമല്ല, കോട്ട ഉരുക്കോട്ടയാണ്. ഇത്തവണ UDF പറയുന്നത് ആ കോട്ട ഇളക്കുമെന്നാണ്. അപ്പൊ ചേട്ടന്റെ അഭിപ്രായത്തിൽ ഇവിടെ അഭിപ്രായത്തിൽ ഇപ്പോ സംസ്ഥാന ഭരണം പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരെ ഒരു ജനവികാരം ഇവിടെ ഉണ്ടാവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
ഇപ്രാവശ്യം. അതെ, നഗരസഭയുടെ ഭരണത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ഇപ്രാവശ്യം പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരെ ഒരു വികാരം ഇവിടെ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും. അപ്പൊ അങ്ങനെയാണെങ്കിൽ UDF പറയുന്ന പോലെ അവർ അതെ, അവര് പിടിച്ചെടുക്കാനുള്ള സാധ്യത ഉണ്ട്. അത് UDFന്റെ ഇവിടുത്തെ പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല. ജനങ്ങള് സംസ്ഥാന ഭരണത്തിനെ വിലയിരുത്തിയിട്ട് കുറച്ചൊക്കെ മാറി ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ UDF ചിലപ്പോൾ അധികാരം പിടിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചിലപ്പോൾ UDF ഒന്നുകൂടി അവരുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് അധികാരത്തിലേറാൻ കഴിയും. UDF ഒറ്റക്കെട്ടായി നിൽക്കുന്നതെന്ന് പറയണം. അങ്ങനെ ഒറ്റക്കെട്ടായാൽ പ്രതീക്ഷിക്കാമല്ലേ? ഒറ്റക്കെട്ടായി കൂട്ടായി പ്രവർത്തിച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രതീക്ഷിക്കാനുള്ള വകയുണ്ട് ഇത്തവണ. അപ്പൊ നമുക്ക് ആളുകളുടെ അഭിപ്രായമുള്ള പ്രധാനം. അപ്പൊ നമുക്ക് അവരോട് ചോദിക്കാം. ചേട്ടാ, ഈ UDF പറയുന്നത് കോട്ട പിടിച്ചെടുക്കുന്നു, LDF കോട്ട നിലനിർത്തുമെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ ഒക്കെ ഒരു അഭിപ്രായത്തില് ആര് ഇവിടെ വീണ്ടും അധികാരത്തിൽ വരും? മുനിസിപ്പാലിറ്റി LDF ആണ് ഇപ്പൊ 30 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സാധ്യത കാണുന്നു. അപ്പൊ UDFന് സാധ്യത ഇല്ലെന്നാണോ പറയുന്നത്? പ്രയാസമാണ്. UDF വലിയ പ്രതീക്ഷയിലാണ്. ഒരു പോരാ. അപ്പൊ LDF തന്നെ വരുമെന്നാണോ നിങ്ങൾ പറയുന്നത്? സാധ്യത കാണുന്നത്. തദ്ദേശ പോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനിയിപ്പോ 30 വർഷമായി ഇവിടെ LDF ഭരിക്കുന്നത്. LDFന്റെ കോട്ട അവർ വിട്ടുകൊടുക്കില്ലെന്ന വാശിയിലാണ്. UDF പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ താങ്കളുടെ അഭിപ്രായത്തിൽ ഇവിടെ ആര് ഭരണത്തിൽ വരും, ആര് ജയിക്കുന്നതാണ് താങ്കളുടെ? തീർച്ചയായിട്ടും 30 വർഷമായിട്ട് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ഇടതുപക്ഷം. ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത ഒരു വർഷത്തിനിടയിൽ തെരഞ്ഞെടുപ്പ് വരാണ് കേരളം നിയമസഭ മാറാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഒരു കിറ്റോ ഒരു പെൻഷനോ കൂട്ടിയൊരു കാര്യമില്ല. സാധാരണക്കാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പരിപാടിയാണ് പിണറായി വിജയൻ. അപ്പൊ അതൊക്കെ മാറ്റം വന്ന് മുനിസിപ്പാലിറ്റി UDF ഭരിച്ച് ഒന്ന് കാണിച്ചു കൊടുക്കണം. പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്രാവശ്യം പിടിച്ചില്ലെങ്കിൽ ഈ ഒരു കാലത്ത് കിട്ടൂല. അപ്പൊ ഇപ്രാവശ്യം ഒത്തൊരുമയോടെ ഇവിടെ UDF എന്ന സംവിധാനം ലീഗും കോൺഗ്രസും ഐക്യകണ്ഠേന ഒരുമിച്ച് പ്രവർത്തിച്ച ഒരു കാലഘട്ടമാണ്, സുവർണ കാലഘട്ടം. ഇത്തവണ UDF നേടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. തെരഞ്ഞെടുപ്പാണ്. അപ്പോ UDF വലിയ പ്രതീക്ഷയിലാണ് പോരാടുന്നത്. LDF കോട്ട കാക്കാൻ പോരാടുന്നു. ഇവിടെ ആര് വരുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? നമുക്ക് ഇടതുവശം തന്നെ വരണം എന്നുള്ളതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ആഗ്രഹത്തിന്റെ ഒരു കാരണം കൂടി പറയും. കാരണങ്ങൾ ഇവിടെ ഇതുവരെ നമുക്ക് നമ്മളെ വാർഡിലാണെങ്കിലും നമ്മളെ പ്രദേശത്താണെങ്കിലും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ആരോഗ്യ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചെറിയമംഗലത്ത് മാമ്പറപ്പടിയിലൊക്കെ ഹെൽത്ത് സെൻ്ററുകൾ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ആരും ഇവിടെ വരേണ്ടിയിരുന്നു. അപ്പോൾ അതിനൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ ബാലവാടി കെട്ടിടങ്ങൾ ഇതൊക്കെ നല്ല ഹൈടെക് രൂപത്തിലായിട്ടുണ്ട് നമ്മുടെ പ്രദേശത്തൊക്കെ. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരണം. ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്, അതൊക്കെ പരിഹരിച്ചിട്ട് ഇപ്പോൾ നിലവിലുള്ള ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്, അതൊക്കെ പരിഹരിച്ച് വീണ്ടും ഇടതുപക്ഷം തന്നെ വരണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പോൾ പലരും പറയുന്നത് CPM തന്നെ LDF തന്നെ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞു. ചില ആളുകൾ UDF വരുമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തോട് ചോദിക്കാം. 30 വർഷമായി LDFന്റെ CPMന്റെ ഉരുക്കുകോട്ടയാണ്. ഇത് ഇളക്കാൻ UDFന് എന്ത് പറ്റും? 100% പറ്റുമെന്നാണ് ഇപ്പോഴത്തെ ഭരണത്തിന്റെ ഈ 10 വർഷത്തെ ഭരണം കാഴ്ചപ്പാടിൽ 100% UDF സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിന്റെ ഇത് കാരണം 100% മാറാനുള്ള ചാൻസ് ഉണ്ട്. 99% ഭരണം മാറി വരുന്നതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ പെരിന്തൽമണ്ണയിൽ പെരിന്തൽമണ്ണ 100% മാറും. മുനിസിപ്പാലിറ്റി പ്രാവശ്യം മാറുന്നതാണ് നമ്മുടെ അഭിപ്രായം. UDF പിടിച്ചെടുക്കുമെന്ന് പറയുന്നത്. UDF പിടിച്ചെടുക്കും 100%. അതിന് താങ്കൾക്ക് ഇവിടെ 10-20 വർഷമായി ഇവിടെ ജീവിക്കും. ഞാൻ 22 വർഷമായിട്ട് ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. എന്താണ് താങ്കൾക്ക് അങ്ങനെ UDF പിടിച്ചെടുക്കുന്ന ഒരു ഇത് വേണമല്ലോ, അങ്ങനെയാണ് താങ്കൾ? മൊത്തത്തിലുള്ള നഗരസഭയുടെ വികസന പരിപാടികളൊക്കെ നോക്കുമ്പോൾ പല ആൾക്കാർക്കും പല അഭിപ്രായമുണ്ട്. നമ്മുടെ അഭിപ്രായം അങ്ങനെയാണ്. കൂടുതൽ ജനങ്ങളായിട്ട് സംസാരിക്കണം, കൂടുതൽ ആൾക്കാരായിട്ട് ഇടപഴകുമ്പോഴും നമുക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അതായത് പൊതുവൊരു അഭിപ്രായം ഉണ്ട് എല്ലാവർക്കും. മുരടിപ്പ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നഗരസഭയുടെ വികസനത്തിന് മുന്നേറ്റമല്ല. അങ്ങനെയുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് വികസനത്തിന്റെ കാര്യത്തിൽ ഒരു മുന്നേറ്റമില്ല, അതുകൊണ്ട്
ഇവിടെ UDF അധികാരത്തിൽ വരും എന്നാണ് അദ്ദേഹത്തിന്റെ ഉറച്ച പ്രതീക്ഷ. അപ്പോൾ പല ആളുകളോടും അഭിപ്രായം തേടി നമ്മൾ. അപ്പോൾ LDFന് അനുകൂലമായി പ്രതികരിച്ചവരുണ്ട്, UDFന് അനുകൂലമായി പ്രതികരിച്ചവരുണ്ട്. UDFന്റെ അനുകൂല ഘടകമെന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഭരണവുമായി ബന്ധപ്പെട്ടാണ് പല ആളുകളും പ്രതികരിച്ചത്. LDFന് അനുകൂലമായി പ്രതികരിച്ചവർ പറഞ്ഞത് ഈ മുനിസിപ്പാലിറ്റി കാലങ്ങളായി ഭരിക്കുന്ന LDF പല വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ വികസനങ്ങൾ തുടരണമെങ്കിൽ, പദ്ധതികളൊക്കെ പൂർത്തീകരിക്കണമെങ്കിൽ LDF തന്നെ അധികാരത്തിൽ വരണമെന്ന് പ്രതികരിച്ചവരുമുണ്ട്. അപ്പോൾ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. ഈ നഗര കാര്യാലയത്തിലേക്ക് വന്ന് ഒരുപാട് പേരുടെ അഭിപ്രായം ചോദിക്കാൻ ഈ നാട്ടിലേക്കൊന്ന് അങ്ങ് ഇറങ്ങി. തിരിച്ച് നഗര കാര്യാലയത്തിൻ്റെ മുന്നിൽ തന്നെ ഞങ്ങൾ എത്തി. അപ്പോൾ LDFന് അനുകൂലമായും UDFന് അനുകൂലമായും എല്ലാവരും പ്രതികരിച്ചിട്ടുണ്ട്. ഇനി പ്രവർത്തന മികവ്, അതുപോലെ തന്നെ ഭരണ നൈപുണ്യം, കാര്യങ്ങളൊക്കെ വിലയിരുത്തി വോട്ട് ചെയ്യേണ്ടത് ജനങ്ങളാണ്. ആര് വേണം, ആരാണ് ഞങ്ങളെ ഭരിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണല്ലോ. അപ്പോൾ ജനങ്ങൾക്ക് വിടാം, ജനം തീരുമാനിക്കട്ടെ ആര് തങ്ങളെ ഭരിക്കണമെന്ന്. ഏറ്റവും വലിയ പവർ ആ വോട്ടവകാശമാണല്ലോ. ആ വോട്ടവകാശം വിനിയോഗിക്കുമ്പോൾ ആര് തങ്ങളെ ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന ജനങ്ങൾക്ക് തന്നെ അവരുടെ അവകാശം വിനിയോഗിക്കാനും അവരെ ഭരിക്കേണ്ടവരെ തിരഞ്ഞെടുക്കാനും ജനം തീരുമാനിക്കട്ടെ എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ നമുക്ക് ശക്തമായ പ്രതിരോധം തീർക്കാം. കെട്ടിക്കിടക്കുന്നത് മലിനവുമായ ജലാശയങ്ങൾ, പാറക്കുളങ്ങൾ, പായൽ പിടിച്ച ജലാശയങ്ങൾ, കന്നുകാലികളെ കുളിപ്പിക്കുന്ന കുളങ്ങൾ എന്നിവിടങ്ങളിൽ മുഖം കഴുകുകയോ നീന്തുകയോ കുളിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ്. കിണറുകൾ ശാസ്ത്രീയമായ നിലയിൽ ക്ലോറിനേറ്റ് ചെയ്യണം. വാട്ടർ തീം പാർക്കുകളിലെ പൂളുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും അവയുടെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. വീടുകളിലെയും ജലവിതരണ സ്രോതസ്സുകളിലെയും ജലസംഭരണികൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. മൂക്കിലൂടെയാണ് ബ്രെയിനിലേക്ക് അമീബ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഓർക്കുക, മൂക്കിലേക്ക് വെള്ളം കയറുകയോ മൂക്കിലേക്ക് വെള്ളം ഒഴിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ്. ഉറപ്പാക്കാം ജലശുദ്ധി, ഉറപ്പാക്കാം ആരോഗ്യം.